ശശി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച രാഹുൽ. ഡൽഹിയിൽ ശശി തരൂർ രാഹുൽ കൂടിക്കാഴ്ച തുടരുകയാണ്. സോണിയയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സോണിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ലേഖന വിവാദത്തിന് പിന്നാലെയാണ് തരൂരിനെ വിളിപ്പിച്ചത്. എസ് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദഗോപൻ, ഇവിടെ കേരളത്തിലും കെ സുധാകരൻ വിളിച്ചു, ഉപദേശിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയും വന്നതാണ്. ഇപ്പോൾ എന്താണ് ഈ ഒരു ചർച്ചയിൽ തരൂരിനെ വിളിപ്പിച്ചതിന് പിന്നിൽ? വീണ, ഏതെങ്കിലും തരത്തിൽ അനുനയം സാധ്യമാകുമോ എന്നുള്ളത് പരിശോധിക്കുകയാണ് AICC നേതൃത്വം. ഇതിനോടകം തന്നെ AICC നേതൃത്വം പലതവണ AICC സെക്രട്ടറിമാർ ഇതിനോടകം ശശി തരൂരുമായി സംസാരിച്ചു കഴിഞ്ഞു. തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ശശി തരൂർ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ നൽകിയ മറുപടി. കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ തരൂർ എഴുതിയ ലേഖനമാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. പിന്നീട് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഈ CPM നേതാക്കൾക്ക്, അല്ലെങ്കിൽ ഈ കൃപേഷ്, അതേപോലെ തന്നെ മറ്റ് നരഭോജി എന്നുള്ള ഒരു പദപ്രയോഗം, അദ്ദേഹം CPM-നെതിരെ നടത്തിയ പദപ്രയോഗം, അദ്ദേഹം പിന്നീട് അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പല നേതാക്കളും അനുദയ ചർച്ചകൾ നടത്തി. KC വേണുഗോപാൽ അടക്കം ഇതിനോടകം തന്നെ ചർച്ച നടത്തി. നിലപാടിൽ മാറ്റമില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് തരൂർ വ്യക്തമാക്കിയത്. തന്റെ മുമ്പിൽ കൃത്യമായ ഡേറ്റയാണ് ഉള്ളത്. ആ ഡേറ്റ പ്രകാരമാണ് താൻ ലേഖനം എഴുതിയത്. അതിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM നരഭോജികൾ കൊലപ്പെടുത്തിയ എന്നുള്ള അടിക്കുറിപ്പോടുകൂടി എഴുതിയ ഒരു ലേഖനത്തിൽ ഈ നരഭോജി എന്നുള്ള പ്രയോഗം ശശി തരൂർ കഴിഞ്ഞ ദിവസം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് യൂത്ത് കോൺഗ്രസിനടക്കം ചുടിപ്പിക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അത് KPCC നേതൃത്വം ഇടപെട്ടാണ് അത് തടഞ്ഞത്. മാത്രമല്ല, ഇതിനോടകം AICC നേതൃത്വത്തിനോട് വിവിധ പരാതികൾ ഇതിനോടകം AICC നേതൃത്വത്തിന്റെ മുന്നിലുണ്ട്. അതേസമയം ശശി തരൂരും സമാനമായ രീതിയിലുള്ള പരാതികൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. തന്റെ വാക്കുകൾക്ക് സംസ്ഥാന നേതൃത്വം അർഹമായ വില നൽകുന്നില്ല, തനിക്ക് കൃത്യമായ പരിഗണന നൽകുന്നില്ല എന്നുള്ള നിലപാടിൽ തരൂരും ഉറച്ചു നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സമന്വയം ഒരു സാധ്യമാകുമോ എന്നുള്ളതാണ് പ്രധാനമായി ഈ ഒരു ചർച്ച ലക്ഷ്യം വെക്കുന്നത്. KC വേണുഗോപാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം എന്ന് അവർ കരുതുന്ന ഒരു പക്ഷത്ത് നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന MP ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, വെട്ടിലാക്കുന്ന ലേഖനങ്ങളും പ്രസ്താവനകളും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നേതൃത്വത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കെ സുധാകരൻ, KPCCയുടെ അധ്യക്ഷൻ തന്നെ നേരിട്ട് ഉപദേശങ്ങൾ നൽകിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. ഇത്തരം നിലപാടുകൾ ആവർത്തിക്കരുതെന്ന് സംസ്ഥാന നേതാക്കൾ പലതവണ ശശി തരൂരിനോട് അഭ്യർത്ഥിച്ചതാണ്. എന്നാൽ തരൂർ ഒരു തരത്തിലും അതിന് കൂട്ടാക്കുന്നില്ല. ഇതിനിടയിൽ AICC നേതൃത്വവും ഇടപെട്ടു. എന്നാൽ ഇപ്പോൾ വീണ്ടും നേരിട്ടുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. ശരി, നന്ദൻ.